നിസാം സെയ്ദ് നമുക്കൊപ്പം ഉണ്ട്. നിസാം സെയ്ദ്, എസ് കെ സജീഷ് പറയുന്നത് പോലെ ആദ്യം ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതുകൊണ്ടോ ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം തുടങ്ങിയതുകൊണ്ടോ കാര്യമില്ല. സ്ഥാനാർത്ഥിയെ സംഘടന പ്രഖ്യാപിക്കും, അതിന് സംഘടനാ രീതിയുണ്ട്. അതാണ് 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രചരണം തുടങ്ങിയെങ്കിലും പക്ഷേ പുറത്തേക്ക് വരുന്നത് UDF തമ്മിലടിയാണ് എന്ന മട്ടിലാണ് എസ് കെ സജീഷ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് PV അൻവർ നശിപ്പിച്ചോ നിസാം സെയ്ദ്? UDF തമ്മിലടി എന്ന് അരുൺകുമാറോ സജീഷോ പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. UDF ഭാഗമല്ലാത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ LDF ഭാഗമായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എങ്ങനെ UDF പ്രശ്നങ്ങളായി മാറും? അദ്ദേഹം UDF സഹകരിക്കുമോ ഇല്ലയോ എന്ന ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് UDF ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധിയാണെന്ന് കരുതേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യമില്ല. അദ്ദേഹം UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായത്തെ വകവയ്ക്കാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അസോസിയേറ്റ് കക്ഷി അല്ല, അസോസിയേറ്റ് കക്ഷി ആയിട്ടില്ല. അസോസിയേറ്റ് കക്ഷി വേണമെങ്കിൽ ആകുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. ആയിട്ടില്ല. ആയിട്ടുണ്ടോ അരുൺ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അസോസിയേറ്റ് കൂടി വന്നാൽ അസോസിയേറ്റ് കക്ഷി ആകുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം ഒരു വിധത്തിലും ഇന്നേ വരെ UDF ഭാഗമല്ല. അദ്ദേഹം ഇന്നലെ വരെ LDF ഭാഗമായിരുന്നു. 2 പ്രാവശ്യം അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന എന്ത് വോട്ടും അത് LDF നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹത്തിന്റെ വോട്ടുകൾ UDF കിട്ടിയിട്ടില്ല. UDF ലഭിച്ച വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചാൽ UDF വലിയ വിജയം നേടാൻ കഴിയും. കാര്യം PV അൻവർ എന്ന വ്യക്തിയുടെ വോട്ടും കൂടി ചേർന്നപ്പോഴാണ് LDF അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് LDF-നുള്ളിലാണ്. LDF-നുള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്നയാൾ UDF സഹകരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ സഹകരിക്കുന്ന പറഞ്ഞു. സഹകരിച്ചാലും ഇല്ലെങ്കിലും UDF നിലപാട് തങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി തങ്ങളുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDF കൃത്യമായ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി ഇനിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലെ സംബന്ധമായ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്ന് ഏതാണ്ട് മാർച്ച് മാസം അവസാനം മുതൽ വാർത്തകൾ വരാൻ തുടങ്ങിയതാണ്. ഇരു മുന്നണികളും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി, സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. UDF AP അനിൽകുമാറിനെയും LDF M സ്വരാജിനെയും മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ച് മണ്ഡലത്തിൽ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചു. UDF സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. LDF എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്നത്? UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അവർക്ക് പ്രൊആക്റ്റീവായിട്ടല്ല, അവർക്ക് റിയാക്റ്റീവായിട്ട് മാത്രമാണ് ഇതിനോട് പ്രതികരിക്കാൻ കഴിയുന്നത്. UDF സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് LDF ഇപ്പോഴും നിലകൊള്ളുന്നത്. നമുക്ക് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അറിയാം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വലിയ ആശയക്കുഴപ്പം LDF-നകത്തുണ്ടായിരുന്നു. UDF നിന്നും ആരെയെങ്കിലും ലഭിക്കുമോ പലവട്ടം ശ്രമങ്ങൾ നടത്തി. ഏതെങ്കിലും സ്വതന്ത്രനെ മത്സരിപ്പിക്കാമോ എന്ന് ശ്രമങ്ങൾ നടത്തി. അവസാനം ഗത്യന്തരമില്ലാതെ പല പ്രാവശ്യം മത്സരിച്ച് ജയിക്കിനെ മത്സരിപ്പിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഒരു കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാത്ത, എന്താണ് തങ്ങളുടെ പ്രചരണ ഫോക്കസ് പോയിന്റ് എന്നുള്ള ഊഹമില്ലാത്ത ഒരു ഇരുട്ടിൽ തിരയുന്ന ഒരവസ്ഥയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നോക്കൂ, അത് UDF-ന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ തന്ത്രമായി കൂടെ. ഇന്നിപ്പോൾ TP രാമകൃഷ്ണൻ സൂചിപ്പിച്ചതാണ്, മാറുന്നുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെയെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ അവർക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, UDF സ്ഥാനാർത്ഥി ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കും എന്നൊരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെക്കാമല്ലോ. അതനുസരിച്ച് പ്രഖ്യാപിക്കാം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് 24 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. 7 ദിവസത്തിനുള്ളിൽ പ്രചരണത്തിന് വളരെ, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രചരണത്തിന് വളരെ സമയം കുറവുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 2 മാസം ആലോചിക്കാൻ സമയമുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ശരി. Debate with Dr. Arun Kumar.